അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വെറും നമ്പേഴ്സിനെ കുറിച്ച് അറിയുന്നത് മാത്രമല്ല. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ബിസിനസ് ഡിസിഷൻസിലും ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിലും ടെക്നോളജിയുടെ കടന്നുവരവ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ടെക്നോളജി അറിയാമെന്നുള്ള അല്ലെങ്കിൽ ടെക് സേവി അക്കൗണ്ടന്റുമാർക്കാണ് ഡിമാൻഡുകളുള്ളത്. ഇന്ന് അക്കൗണ്ടിംഗ് സ്കിൽസിന് പുറമെ ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കേണ്ടത് അക്കൗണ്ടിംഗ് ഫീൽഡിൽ കറൻ്റ് ജോലി ചെയ്യുന്നവർക്കും ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ അക്കൗണ്ടിംഗ് ഫൈനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങും ടെക്നോളജിയും ഒരുമിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂറിൻ്റെ ഇൻ്റർനാഷണൽ ഫൈനാൻസ് എന്ന പ്രോഗ്രാമുണ്ട്. വളരെ ഇൻഡെപ്തായിട്ട് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് മുതൽ ബേസിക്സ് ഓഫ് ഫൈനാൻസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും വാല്യൂഷൻ ടെക്നിക്സും ഒക്കെ പഠിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us 9746211123. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, മേൺ സ്റ്റാക്ക്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പുന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ ഐ എം സാഹിർ. വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ഒരു ബിസിനസ്സിൻ്റെയോ വ്യക്തിയുടെയോ സാമ്പത്തിക ഇടപാടുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ട്രാൻസ്പെറൻസി പാലിച്ച് വ്യക്തതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അക്കൗണ്ടൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടൻറ്റ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് നിലനിർത്താൻ വളരെയധികം സഹായിക്കുന്നു. ഇതിനായിട്ട് അവർ ഇൻകം എക്സ്പെൻസുകൾ ട്രാക്ക് ചെയ്യുന്നു, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നു, ബഡ്ജറ്റ് ഫോർകാസ്റ്റ് ചെയ്യുന്നു, കൂടാതെ മറ്റനവധി കംപ്ലയൻസസ് ഇവർ വിശകലനം ചെയ്യുന്നു. സാമ്പത്തിക രേഖകൾ ഓഡിറ്റ് ചെയ്യുന്നത് മുതൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് വരെ അക്യുറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കമ്പനീസിന് ഇൻറ്റേർണൽ അക്കൗണ്ടിൻ്റെയും എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ അക്കൗണ്ടിൻ്റെയൊക്കെ സഹായം പലപ്പോഴും തേടുന്നുണ്ട്. കൊമേഴ്സിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഫൈനാൻസ്, അക്കൗണ്ടിങ് തുടങ്ങിയ മേഖലകളിൽ എളുപ്പത്തിൽ ജോലി നേടാൻ പറ്റുന്നതാണ്. പക്ഷേ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള സ്കിൽസിൽ അപ്ഡേറ്റ് ആവുകയും വേണം. അക്കൗണ്ടിങ് മേഖലയിൽ ശോഭിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലെല്ലാ ടെക്നിക്കൽ സ്കിൽസും നിങ്ങൾക്ക് പഠിക്കണം എന്നില്ല. രണ്ടോ മൂന്നോ ടെക്നിക്കൽ സ്കിൽസിൽ അല്ല, ഈവൻ ഒരു സ്കില്ലിലെങ്കിലും നിങ്ങൾ മികച്ചതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കരിയർ ഗ്രോത്ത് നേടാൻ പറ്റും. എഡ്യൂർ ലേണിങ്ങിൻ്റെ പ്രോഗ്രാമിൽ നമ്മളിവിടെ വിവരിക്കാൻ പോകുന്ന എല്ലാ ടെക്നിക്കൽ സ്കിൽസും ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് റിയൽ ടൈം കമ്പനിയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് പഠിപ്പിക്കുന്നതാണ്. കൂടാതെ ഈ പ്രോഗ്രാം കഴിയുന്നവർക്ക് 1 year CA ഫേമിൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും ജെയിനിക്സിൻ്റെ PG സർട്ടിഫിക്കറ്റും ഇൻ്റർനാഷണൽ ഫൈനാൻസ് PG സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് യു ക്യാൻ കണക്ട് വിത്ത് us 9746211123. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അക്കൗണ്ടിങ് മേഖലയിൽ ശോഭിക്കാൻ വേണ്ട ആദ്യത്തെയും ഏറ്റവും പ്രധാനമായ സ്കില്ലാണ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ജ്ഞാനമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കും. കൂടാതെ അത്തരത്തിൽ സ്കില്ലുള്ള ഒരു ഫ്രഷറിനെ കണ്ടാൽ പോലും കമ്പനി നിങ്ങളെ റീപ്ലേസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്വിക്ക് ബുക്സ്, ടാലി, സോഹോ ബുക്സ്, സാപ്പ്, ഫിക്കോ തുടങ്ങിയ ഏതിലെങ്കിലും ഒന്നിലുള്ള നോളേജ് നിങ്ങൾക്ക് മാൻഡേറ്ററി ആണ്. രണ്ടാമത്താണ് അഡ്വാൻസ്ഡ് എക്സൽ ആൻഡ് പവർ പോയിൻറ്റ്. കോംപ്ലിക്കേറ്റഡ് ഉള്ള കാൽക്കുലേഷൻസ് ചെയ്യാനും ഫൈനാൻഷ്യൽ മോഡൽസ് ബിൽഡ് ചെയ്യാനും ഡേറ്റ ക്ലീൻ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഒക്കെ എക്സലിൻ്റെ സ്കിൽസ് അനിവാര്യമാണ് ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ഡേറ്റയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൺവേ ചെയ്യണം. ഏറ്റവും എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ പറ്റുന്ന പ്രസൻറ്റേഷൻസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷൻസ് ചെയ്യാൻ അറിയുന്ന സോഫ്റ്റ്വെയർസിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അത്തരത്തിൽ ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലും ഇന്നും മോസ്റ്റ് കൺവീനിയൻറ്റും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് പവർ പോയിൻ്റ് ആണ്. സോ പവർ പോയിൻറ്റിലുള്ള നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് ഒരു അക്കൗണ്ടൻറ്റിന് വേണ്ട സ്കില്ലാണ് ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല്. ഡേറ്റ അനാലിസിസ് ടൂളായ പവർ BI, ടാബ്ലോ പോലുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് ഡേറ്റയിൽ നിന്ന് ഇൻസൈറ്റ്സും ട്രെൻഡ്സും പാറ്റേൺസും ഒക്കെ ഒരു അക്കൗണ്ടൻറ്റിന് കണ്ടെത്താൻ കഴിയണം. ടൂൾ ഉപയോഗിച്ചിട്ട് ബിസിനസ്സിന് ട്രെൻഡ് അപ്പ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ബിസിനസ്സിൽ കറൻ്റ്ലി എന്തൊക്കെ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും. അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് മാനേജ്മെൻറ്റിന് അഡോപ്റ്റ് ചെയ്യാനും സാധിക്കും. നാലാമത്തെ സ്കില്ലാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ടാക്സ് റെഗുലേഷൻസ് മനസ്സിലാക്കാനും ടാക്സ് ലോസ് ഒരു കമ്പനിക്കുള്ളിൽ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പുതിയ ടാക്സ് റിഫോംസ്, GST അപ്ഡേഷൻസ് തുടങ്ങിയവയെക്കുറിച്ച് എപ്പോഴും ഒരു അക്കൗണ്ടൻറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം.
അഞ്ചാമത്തെ സ്കില്ലാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് കൃത്യവും ട്രാൻസ്പെറൻറ്റുമാണോ, അതിൽ റെഗുലേഷൻസ് എല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് വിലയിരുത്തുന്നതിന് ഇന്റേണൽ ഓഡിറ്റും റെഗുലേറ്ററി അതോറിറ്റീസിൻ്റെ എക്സ്റ്റേണൽ ഓഡിറ്റൊക്കെ പലപ്പോഴും നടത്താറുണ്ട്. ഒരു അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് നിങ്ങൾ എപ്പോഴും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സിനെയും കുറിച്ച് അറിഞ്ഞിരുന്നാൽ നല്ലതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ കഴിയും. ആറാമത്തെ സ്കില്ലാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നതും ബഡ്ജറ്റ് മാനേജ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും റവന്യൂ, എക്സ്പെൻസ്, ക്യാഷ് ഫ്ലോ എന്നിവ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഏതൊരു കമ്പനി ഇന്നിപ്പോൾ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖല വർക്ക് ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ കഴിവുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് റിസോഴ്സ് എഫക്റ്റീവ്ലി അലോക്കേറ്റ് ചെയ്യാനും റിസ്ക് മിനിമൈസ് ചെയ്യാനും എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ ടാർഗറ്റിന് അഗെയിൻസ്റ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഏഴാമത്തെ സ്കില്ലാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. റെഗുലേറ്ററി സ്റ്റാൻഡേർഡ് അനുസരിച്ച് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നിവയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സായ ഗ്യാപ്പിനെ കുറിച്ചോ IFRSനെ കുറിച്ചോ ഒക്കെയുള്ള നോളജ് മാൻഡേറ്ററി ആണ്. ഗ്യാപ്പിൻ്റെയും IFRSൻ്റെയും ഫുൾ ഫോം എന്താണെന്ന് താഴെ രേഖപ്പെടുത്തുക. അതിൽ നിന്ന് വിജയിക്കുന്ന ഒരു വിന്നറിന് നവംബർ 30 ഒരു ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻസിൽ ഒരു കീ ഇൻസൈറ്റ് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും മാനേജ്മെൻറ്റിനും ഈവൻ എംപ്ലോയീസിന് പോലും കമ്പനിയിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ട്. എട്ടാമത്തെയും കറണ്ട് സിനാരിയോയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കില്ലാണ് സൈബർ സെക്യൂരിറ്റിയെ കുറിച്ചുള്ള അവയർനെസ്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഡേറ്റ ആയിരിക്കും. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ്. ഇന്നിപ്പോൾ പല കമ്പനീസ് ഉപയോഗിക്കുന്നത് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. അത് പല സാഹചര്യങ്ങളും നമുക്ക് ഈസിലി അക്സസിബിൾ ആണ്, നമുക്ക് മൊബൈലിൽ പോലും അക്സസിബിലിറ്റി ഒക്കെ തരുന്നുണ്ടെങ്കിലും ഹാക്കേഴ്സ് ആ ഡേറ്റ ഹാക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ലൗഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തി അതിൻ്റെ സെക്യൂരിറ്റീസും സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും ഒക്കെ പാലിക്കേണ്ടത് ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഒരു അക്കൗണ്ടന്റിന് എന്തായിരുന്നാലും ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ് മേഖലയിൽ ശോഭിക്കാനായിട്ട് മുകളിൽ പറഞ്ഞ 8 സ്കില്ലിൽ ഏതെങ്കിലും 1-2 സ്കില്ലിൽ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ആയാൽ മാത്രം മതിയാകും. ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ സ്കിൽസിൽ നിങ്ങൾ അപ്ഡേറ്റഡ് ആയി നിങ്ങൾക്ക് കരിയർ ഗ്രോത്തും നിങ്ങളുടെ ലൈഫ് ഗോൾസും ഈസിലി അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ അക്കൗണ്ട് സ്കിൽസ് ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ പ്രൊമോഷനോ അല്ലെങ്കിൽ വേറെ ജോബ് ചേഞ്ചിനെ കുറിച്ചോ പുതിയ കമ്പനിയിൽ അപ്ലൈ ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസ് ഒന്നുമില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ എളുപ്പപ്പെടുന്ന ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. അത്തരത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നതിൽ ഒരു സംശയവുമില്ല. അതെല്ലാം നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ എല്ലാ സ്കിൽസും അതിനപ്പുറം ഒരു 4-5 സ്കിൽസും കൂടെ എഡ്യൂറിൻ്റെ ഇൻ്റർനാഷണൽ ഫൈനാൻസ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വർഷം 30 കാൻഡിഡേറ്റിനെ മാത്രമേ മാക്സിമം ഈ പ്രോഗ്രാമിൽ സെലക്ട് ചെയ്തിട്ടുള്ളൂ. 30 പേർക്കും പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയുമാണ്. സോ എഡ്യൂറിലെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ജോലിക്കായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല മറിച്ച് പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയിലൂടെ നിങ്ങൾക്ക് ജോബും ഉറപ്പ് നൽകുന്നു. ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോയ്ക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ 3 കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.